ബിഗ് ബോസ് സീസണുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി 6 വൈൽഡ് കാർഡുകളാണ് ഇത്തവണ ഷോയിലേക്ക് എത്തിയത്. ഇതിൽ ചിലർ ആദ്യ ദിനം മുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം മോശമായ രീതിയിൽ ചിത്രീകരിച്ച അഭിഷേക് ശ്രീകുമാറിനെതിരെ വലിയ വിമർശനങ്ങൾ പ്രേക്ഷകർക്കിടയിൽ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അഭിഷേകിന് ഈ ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ താക്കീതം നൽകിയിരുന്നു ലാലേട്ടൻ. എന്തിനാണ് ഒരു കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിച്ചതെന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് ലാലേട്ടന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പറഞ്ഞ വാക്കുകളിൽ മിസ്റ്റേക്ക് പറ്റി. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് അഭിഷേക് പറഞ്ഞത്. അങ്ങനെ ഇനി പറ്റാതിരിക്കട്ടെ എന്നാണ് ലാലേട്ടൻ ഇതിന് മറുപടിയായി നൽകിയത്. മോശമായ പ്രസ്താവനയുടെ പേരിൽ ശിക്ഷയും അഭിഷേകിന് ലാലേട്ടൻ വിധിച്ചിരുന്നു. അടുത്ത 2 ആഴ്ച അഭിഷേക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകുമെന്നും പവർ ടീമിൽ അംഗമാകാൻ സാധിക്കില്ലെന്നുമായിരുന്നു ലാലേട്ടൻ പറഞ്ഞത്. ഇപ്പോഴിതാ അഭിഷേകിനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന ഡോക്ടർ സനോജ് രംഗത്ത് വന്നിരിക്കുകയാണ്. അഭിഷേക് ശ്രീകുമാറിനെ ഒറ്റപ്പെടുത്തിയാൽ കൂടെ നിൽക്കുമെന്നാണ് കൊറിയൻ മല്ലു സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിങ്ങനെ: എന്തിനയാളെ മാറ്റി നിർത്തണം? ഒറ്റപ്പെടുത്താനാണെങ്കിൽ കൂടെ നിൽക്കും. കാരണം മറ്റവന്റെ വൃത്തികേട് ആരൊക്കെ ഒളിപ്പിച്ചാലും അംഗീകരിച്ച് കൊടുക്കുകയില്ല. എന്നിരുന്നാലും അഭിഷേക് ശ്രീകുമാറിന്റെ മുന്നേയുള്ള ടോക്സിക് ആശയങ്ങളെയും പരിപൂർണമായി തന്നെ ഞാൻ എതിർക്കുന്നു. പക്ഷേ അവിടെ അയാൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. മൊത്തം കമ്മ്യൂണിറ്റിക്കെതിരല്ല. മാന്യമായി ജീവിക്കുന്നവരുടെ സ്വത്വത്തെ അവഹേളിക്കാനോ അതിന്റെ പേരിൽ കുട്ടികളെയും സ്ത്രീകളെയും അപമാനിക്കുന്ന നിലപാടിനെയുമാണ് ചോദ്യം ചെയ്തത്. പുരുഷനായി ജനിച്ചൊരാളെ സ്ത്രീയായി അംഗീകരിക്കുന്ന അതേ നിയമം തന്നെയാണ് ജന്മനാ ഉള്ള ഐഡന്റിറ്റി ഉൾക്കൊണ്ട ഒരാൾക്ക് ജീവിക്കുക എന്നുള്ളതും. ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ എല്ലാവരും വിശ്വസിക്കണമെന്ന് അടിച്ചേൽപ്പിക്കാനോ നിർബന്ധിക്കാനോ ആർക്കും കഴിയുകയില്ല. കാർഡുകളുടെ മറവിൽ വൃത്തികേട് പറഞ്ഞൊരുത്തനെ വെള്ള പൂശുന്ന അതേ ആൾക്കാരാണ് ഇയാൾക്കെതിരെ അയിത്തം പ്രഖ്യാപിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ പുരോഗമനം സമ്മതിക്കില്ല. അല്ലെങ്കിലും സാധാരണക്കാരുടെ നിലപാടുകൾ ചവറ്റുകുട്ടയിൽ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും അയാളുടെ നിലപാടുകളിൽ ഉറച്ചിരുന്ന അയാൾ കളി തുടരട്ടെ എന്നാണിപ്പോൾ കൊറിയൻ മല്ലു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അഭിഷേക് ശ്രീകുമാറിനൊപ്പം തന്നെ ഹൗസിൽ വൈൽഡ് കാർഡായി കയറിയ അഭിഷേക് ജയദീപിൽ നിന്നും മോശം അനുഭവം നേരിട്ടിട്ടുള്ള ആളുകൂടിയാണ് കൊറിയൻ മല്ലു. മുൻപ് തന്നെയും മകനെയും മോശം പറഞ്ഞ അഭിഷേക് ജയദീപ് കുറച്ച് കമന്റിന്റെ സ്ക്രീൻഷോട്ട് കൊറിയൻ മല്ലു തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിരുന്നു. അത് വൻ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ അഭിഷേക് ശ്രീകുമാറിനെ പിന്തുണച്ചുകൊണ്ടുള്ള കൊറിയൻ മല്ലുവിന്റെ വാക്കുകൾ തന്നെയാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്.